പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 4 പേജ് നമ്പർ 102 ഫിഗർ ഇറ്റ് ഔട്ടിലെ 10th ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഡിസ്ക്രൈബ് സിറ്റുവേഷൻസ് കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ആൽജിബ്രിക് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ആൽജിബ്രിക് എക്സ്പ്രഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ നോക്കിയാൽ 8x + 3y. അപ്പോൾ ഇവിടെ അഡീഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സിറ്റുവേഷൻ എഴുതാം. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ സിറ്റുവേഷൻസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിൻ്റെത് നോക്കിയാൽ രമേശ് ബൈസ് 8 പെൻസിൽസ് ഈച്ച് കോസ്റ്റ് ₹6. അപ്പോൾ ഇവിടെ ഈ നമ്പറിനെ നമ്മൾ പെൻസിലായിട്ടും എക്സിനെ നമ്മൾ അതിൻ്റെ കോസ്റ്റായിട്ടും എടുക്കുന്നു. അപ്പോൾ പെൻസിലിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ത് വരും? 8x വരും അല്ലേ. നമ്പർ ഓഫ് പെൻസിൽ ഇൻറ്റു കോസ്റ്റ് ഓഫ് 1 പെൻസിൽ, ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ 8x എന്ന് പറയുന്നത് പെൻസിലിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ രമേശ് ബൈസ് 8 പെൻസിൽസ് ഈച്ച് കോസ്റ്റിംഗ് ₹6 ആൻഡ് 3 പെൻസ് ഈച്ച് കോസ്റ്റിംഗ് ₹y. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ത് വരും? രണ്ടിൻ്റെയും കൂടെ 8x + 3y. സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അടുത്തത് നോക്കിയാൽ 15x - 2x. ഇവിടെ സബ്ട്രാക്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്കിതിൽ നിന്ന് ഇത് സബ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. അപ്പോൾ നോക്കിയേ, എ ഷോപ്പ് കീപ്പർ ഹാസ് 15 ബോക്സസ് ഈച്ച് കണ്ടെയ്നിങ് എക്സ് ആപ്പിൾസ്. അപ്പോൾ ഒരു ഷോപ്പ് കീപ്പറുടെ കയ്യിൽ 15 ബോക്സസ് ഉണ്ട്. ഓരോന്നിലും എക്സ് ആപ്പിൾസ് വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ അയാളുടെ കയ്യിലുള്ള ആപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 15x ആണ്. ഹീ സെൽസ് 2 ബോക്സസ്. അപ്പോൾ അയാൾ 2 ബോക്സ് സെല്ല് ചെയ്തു. അതായത് 2 ബോക്സിലുള്ള ആപ്പിൾസ് സെല്ല് ചെയ്തു. അപ്പോൾ എന്തെഴുതാം? 2x എന്ന് എഴുതാം. അപ്പോൾ 15xൽ നിന്ന് 2x മാറുന്നു. ഇടയിൽ മുഴുവൻ 15x ബോക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ആപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇത്രയും സെല്ല് ചെയ്തു. അപ്പം ലെഫ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ എന്ന് പറയുന്നത് എന്താ? 15x - 2x ആണ്. ഓക്കെ, ഇനി അടുത്ത 11th ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറ്റുവേഷൻ എഴുതാം കേട്ടോ. ഇമാജിൻ എ സ്ട്രെയിറ്റ് റോപ്പ് ഇഫ് ഇറ്റ് ഈസ് കട്ട് വൺസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോപ്പ്, ആ റോപ്പ് ഒരു പ്രാവശ്യം കട്ട് ചെയ്യുന്നു. വി ഗെറ്റ് 2 പീസസ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് റോപ്പ് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പീസസ് കിട്ടും. ഇഫ് ദ റോപ്പ് ഈസ് ഫോൾഡഡ് വൺസ് ആൻഡ് ദെൻ കട്ട് ആസ് ഷോൺ വി ഗെറ്റ് 3 പീസസ്. ഇനി ഈ റോപ്പിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പീസസ് കിട്ടും. അതായത് ഈ ഒരു പീസും 1, 2, 3 പീസസ് കിട്ടും. ഒബ്സർവ് ദ പാറ്റേൺ ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് പീസസ് ഇഫ് ദ റോപ്പ് ഈസ് ഫോൾഡഡ് 10 times ആൻഡ് കട്ട്. What is the expression for the number of pieces when the rope is folded? R times and cut. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോപ്പിനെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ നമുക്ക് 2 പീസസ് കിട്ടി. അതിനെ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്തപ്പോൾ നമുക്ക് 3 പീസസ് കിട്ടി. അതിനെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു അല്ലേ. ഇത്രയുമായിരുന്നു ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തപ്പോൾ. ഒന്നുകൂടെ ഫോൾഡ് ചെയ്തപ്പോൾ അത് ഇങ്ങനെയായി. അപ്പോൾ അതിനെ കട്ട് ചെയ്തപ്പോൾ എത്ര പീസ് വന്നു? 1, 2, 3, 4. ടോട്ടൽ 4 പീസസ് വന്നു. ഇവിടെ 3 പീസസ്, ഇവിടെ 2 പീസസ്. ഓക്കെ, ഇനി ഇതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്താലോ? ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇത് ഒരു ഫോൾഡ്, 2 ഫോൾഡ്, 3 ഫോൾഡ്. ഇതിനെ കട്ട് ചെയ്താൽ അപ്പോൾ എത്ര പീസസ് വരും? 1, 2, 3, 4, 5. ടോട്ടൽ 5 പീസസ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പീസസ് വരുമെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1ൽ 0 ഫോൾഡ് ആയിരുന്നപ്പോൾ എത്ര പീസസ് ആയിരുന്നു? 2 പീസസ് ആയിരുന്നു അല്ലേ. 2 പീസസ് കിട്ടി. അപ്പോൾ 0 ഫോൾഡ് ആയിരുന്നപ്പോൾ 2 പീസസ് കിട്ടി. ഇനി സ്റ്റെപ്പ് 2ൽ 1 ഫോൾഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര പീസ് കിട്ടി? 3 പീസസ് കിട്ടി. അപ്പോൾ നോക്കിയേ, ഇവിടെ 0 ഫോൾഡ് ആയിരുന്നപ്പോൾ 2 പീസസ് കിട്ടി. അത് നമുക്ക് 0 + 2 എന്ന് എടുക്കാം.
ഇവിടെ നമുക്ക് 3 പീസസ് കിട്ടി. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1 + 2 3 എന്ന് എഴുതാം. ഇനി സ്റ്റെപ്പ് 3ൽ 2 ഫോൾഡ് ആയിരുന്നപ്പോൾ 2 ഫോൾഡ്സ് ആയിരുന്നപ്പോൾ എന്ത് കിട്ടി? 4 പീസസ് കിട്ടി. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 2 + 2 എന്നെടുക്കാം. ഇനി 3 ഫോൾഡ്സ് ആയപ്പോഴോ നമുക്ക് എത്ര പീസസ് ആണ് കിട്ടിയത്? 5 പീസസ് ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ അതാ നിങ്ങൾ ഇവിടെ നോക്കിയേ, 0 ഫോൾഡ് ആയിരുന്നപ്പോൾ 2 പീസസ്, 1 ഫോൾഡ് ആയിരുന്നപ്പോൾ 3 പീസസ്, 2 ഫോൾഡ് ആയപ്പോൾ 4 പീസസ്, 3 ഫോൾഡ് ആയപ്പോൾ 5 പീസസ്. അപ്പോൾ ഓരോ ഫോൾഡിൻ്റെയും കൂടെ 2 വീതമാണ് ആഡായിട്ടുള്ളത് അല്ലേ? 0യുടെ കൂടെ 2 ആഡായി, 1ൻ്റെ കൂടെ 2 ആഡായി 3 കിട്ടി, 2ൻ്റെ കൂടെ 2 ആഡായി 4 കിട്ടി, 3 ഫോൾഡ് ആയപ്പം വീണ്ടും 2 പീസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 5 പീസസ് എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 ഫോൾഡ്സ് ആയിരിക്കുമ്പോൾ എന്ത് കിട്ടും? 4 ഫോൾഡിൻ്റെ കൂടെ വീണ്ടും 2 പീസസ് ആഡായി 6 പീസസ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 4 + 2 6 പീസസ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സെയിം വേയിൽ 10 ഫോൾഡ്സ് ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? 10 ഫോൾഡിൻ്റെ കൂടെ വീണ്ടും 2 പീസ് ആഡായി 12 പീസസ് എന്ന് കിട്ടും. ഓക്കെ, 10ൻ്റെ കൂടെ 2ഉം കൂടെ ആഡായി 12 പീസസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വെൻ ദ റോപ്പ് ഈസ് ഫോൾഡഡ് r ടൈംസ് അല്ലേ? വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി നമ്പർ ഓഫ് പീസസ്? അപ്പോൾ റോപ്പിനെ r ടൈംസ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എന്തായിരിക്കും? അപ്പോൾ r ഫോൾഡ്സ് ആണെങ്കിൽ എക്സ്പ്രഷൻ എന്തായിരിക്കും? r + 2 പീസസ് ആയിരിക്കും. ഫോൾഡ് എത്രയാണോ അതിൻ്റെ കൂടെ 2ഉം കൂടെ ആഡ് ചെയ്താണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ? 1 ഫോൾഡ് ആയിരുന്നപ്പോൾ 3 പീസസ്, 2 ഫോൾഡ് ആയപ്പോൾ 4 പീസസ്, 3 ഫോൾഡ് ആയപ്പോൾ 5 പീസസ്, 4 ഫോൾഡ്സ് ആയപ്പോൾ 6 പീസസ്, 10 ഫോൾഡ്സ് ആയപ്പോൾ 12 പീസസ്. അങ്ങനെയാണെങ്കിൽ 6 ഫോൾഡ്സ് ആകുമ്പോൾ എത്ര കിട്ടും? നമ്പർ ഓഫ് ഫോൾഡ്സ് എത്രയാണോ അതേ +2, അതായത് r + 2 പീസസ് കിട്ടും. ലുക്ക് അറ്റ് ദ matchstick pattern below. Observe and identify the pattern. How many matchsticks are required to make 10 such squares? How many are required to make W squares? അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ മാച്ച്സ്റ്റിക്ക് പാറ്റേൺ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതുപോലത്തെ 10 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര മാച്ച്സ്റ്റിക്ക് വേണമെന്നുള്ളത് കണ്ടുപിടിക്കണം. അതേപോലെ W സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ, അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണ്, 1 സ്ക്വയർ ഉണ്ടാക്കാൻ നമുക്ക് എത്ര മാച്ച്സ്റ്റിക്കുകൾ വേണ്ടി വന്നു? 4 എണ്ണം വേണ്ടി വന്നു. ഇനി 2 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണ്ടി വന്നു? ഈ 4ൻ്റെ കൂടെ 3 എണ്ണം കൂടെ ആഡ് ചെയ്യേണ്ടി വന്നു. 4 + 3 വേണ്ടി വന്നു. അടുത്ത 3 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര മാച്ച്സ്റ്റിക്കുകൾ വേണ്ടി വന്നു? നോക്കിയേ, ഇവിടെ ഇത്രയുമായപ്പോൾ 7 ആയിരുന്നു അല്ലേ? അതിൻ്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്തു. അതായത് 4 + 3 + 3 വീണ്ടും ഒരു 3യും കൂടെ ആഡ് ചെയ്തു. നമ്മൾ ഇതേപോലത്തെ ഒരു ഇതിൻ്റെ ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2y + 1 ആയിരുന്നു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട മാച്ച്സ്റ്റിക്കുകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ പക്ഷേ നമുക്ക് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാമേ. ഇനി നമുക്ക് 4 സ്ക്വയേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ, അതായത് ഇവിടെ ഒരു സ്ക്വയറിൻ്റെ കൂടെ അടുത്ത സ്ക്വയറുകൾ വരുമ്പോൾ എത്ര മാച്ച്സ്റ്റിക്കുകൾ വീതമാണ് ആഡാകുന്നത്? 3 വെച്ചിട്ടാണ് ആഡാകുന്നത്. ഇനി 4 സ്ക്വയേഴ്സ് ഉണ്ടാക്കണമെങ്കിലോ ഈ 3 സ്ക്വയേഴ്സിൻ്റെ കൂടെ വീണ്ടും ഒരു 3 മാച്ച്സ്റ്റിക്ക് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഒരു സ്ക്വയർ ആയിരുന്നപ്പം 4 മാച്ച്സ്റ്റിക്ക്, 2 സ്ക്വയേഴ്സ് ആയപ്പോൾ എത്ര 3 ആഡായി? ഒരു 3 ആഡായി. 3 സ്ക്വയേഴ്സ് ആയപ്പോൾ എത്ര 3 ആഡായി? 2 3കൾ ആഡായി. 4 സ്ക്വയേഴ്സ് ആയപ്പം 3 3കൾ ആഡായി. അതായത് 4 + 3 × 1. ഇവിടെയോ 4 + ഇവിടെ 3 2 പ്രാവശ്യമാണല്ലേ? അപ്പോൾ 3 × 2. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 3 സ്ക്വയേഴ്സിനാണ് 3 എത്ര ടൈംസ് വന്നിരിക്കുന്നത്? 2 ടൈംസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ 4 + 3 ×
3 മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അതായത് 3 സ്ക്വയേഴ്സ് എടുത്തപ്പോൾ 3 2 ടൈംസ് ആണ്. അതായത് ഈ നമ്പർ ഓഫ് സ്ക്വയേഴ്സിൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ചെയ്യുന്ന അത്രയും പ്രാവശ്യം ഇവിടെ 3 ഉണ്ട്. മുകളിലോ 4 പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ചെയ്യുന്ന അത്രയും 3കളാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നോക്കിയേ 4 പ്ലസ് 3 ഇൻറ്റു 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? 4 പ്ലസ് 3 ഇൻറ്റു 4ൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 10 സ്ക്വയേഴ്സിൽ എത്ര മാച്ച് സ്റ്റിക്കുകൾ വേണ്ടി വരുമെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10 സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര 3കൾ കാണും? 4 സ്ക്വയേഴ്സിൽ 3 3s ആയിരുന്നു, 3 സ്ക്വയേഴ്സിൽ 2 3s ആയിരുന്നു, 2 സ്ക്വയേഴ്സിൽ 1 3 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 10 സ്ക്വയേഴ്സിൽ എന്തായിരിക്കും? 4 പ്ലസ് 3 ഇൻറ്റു 10 മൈനസ് 1 ആയിരിക്കും നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത്. അതായത് 4 പ്ലസ് 3 ഇൻറ്റു 9 എന്ത് വരും? 4 പ്ലസ് 9 ഇൻറ്റു 3 27 ഇസ് ഈക്വൽ ടു 31. അപ്പോൾ 31 മാച്ച് സ്റ്റിക്കുകളാണ് 10 സ്ക്വയേഴ്സ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ 10 സ്ക്വയേഴ്സിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് W സ്ക്വയേഴ്സിൻ്റെ വേണം അല്ലേ? അപ്പോൾ W സ്ക്വയേഴ്സിൻ്റെ നമുക്ക് എന്തെഴുതാം? W സ്ക്വയേഴ്സ് എന്തായിരിക്കും? 4 പ്ലസ് 3 ഇൻറ്റു W മൈനസ് 1. ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്താൽ 4 പ്ലസ് 3 ഇൻറ്റു W 3W മൈനസ് 3 ഇൻറ്റു 1 3 ഇസ് ഈക്വൽ ടു എന്ത് വരും? 3W. 4 മൈനസ് 3 ഈസ് 1. അപ്പോൾ 3W പ്ലസ് 1 എന്ന് കിട്ടി. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഇത് ചെയ്തപ്പം 2y പ്ലസ് 1 ആയിരുന്നു. നമ്മൾ ലെറ്റർ നമ്പർ y ആയിട്ട് എടുത്തത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ W എടുത്തു, y എടുക്കുവാണെങ്കിൽ എന്ത് വരും? 3y പ്ലസ് 1 വരും സ്ക്വയറിൻ്റെത്. കണ്ടല്ലോ. അപ്പോൾ എത്ര മാച്ച് സ്റ്റിക്കുകളാണോ വേണ്ടത് അതിൽ നിന്ന് 1 കുറവായിട്ട് വരും. ട്രയാങ്കിൾസിന് 3 സൈഡ്സ് ആയിരുന്നു, അതായത് 3 മാച്ച് സ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ 2y പ്ലസ് 1. സ്ക്വയറിന് 4 മാച്ച് സ്റ്റിക്സ് ആണ് ഒരെണ്ണത്തിൽ യൂസ് ചെയ്യുന്നത്. സോ 3y പ്ലസ് 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെത് നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ നിങ്ങളെ ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഓരോ സ്ക്വയറുകളും കൂടിക്കൂടി വരുന്നതനുസരിച്ച് 3 മാച്ച് സ്റ്റിക്കുകളാണ് നമ്മൾ എക്സ്ട്രാ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ 3കളുടെ എണ്ണമാണ് ഇവിടെ കൂടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ W സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര മാച്ച് സ്റ്റിക്കുകൾ വേണം? 3W പ്ലസ് 1 മാച്ച് സ്റ്റിക്കുകൾ വേണം. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചത് കേട്ടോ.